ഒരു ഉമ്മയല്ലേ നമുക്ക് ജീവിതത്തിലുള്ളൂ. ഉമ്മ പോയാൽ ഇനി ആര്? ഉമ്മ പോയാൽ കണ്ണിന്റെ കാഴ്ച പോയ പോലെ എന്നല്ല പറയേണ്ടത്, സൂര്യനെ അസ്തമിച്ച പോലെയാണ്. ഒരു ഇരുട്ടായിരിക്കും ജീവിതത്തിൽ. ഒന്നും ആരോടും പറയാനും കഴിയില്ല, ഒരു ടെൻഷൻ പറയാൻ കഴിയില്ല. കാരണം ബാക്കി ആരോട് നമ്മൾ ടെൻഷൻ പറഞ്ഞാലും അവരുടെ ടെൻഷൻ നമുക്ക് കേൾക്കേണ്ടി വരും. ഉമ്മാക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ ടെൻഷൻ ഉമ്മ കേട്ടാൽ, കുറെ ദിവസമായ മോനെ ഡോക്ടറെ കാണിച്ചിട്ടില്ല, എന്താ മോനെ ഒടുവാ. അതൊരു സ്നേഹമാണ് സംഭവം. ആ സ്നേഹലോകം വല്ലാത്ത ലോകമാണ്. നമ്മളെ നാടുകൾ ഇപ്പോൾ വൃദ്ധസദനങ്ങളാണ്. ഓരോ വീടും വൃദ്ധസദനം. 5 മക്കള്, ഓരോരുത്തരിങ്ങനെ വ്യത്യസ്ത ഗൾഫ് രാജ്യത്ത് വിത്ത് ദയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരൊന്നിച്ച് ആജിക്ക് അജുമിയും വൃദ്ധസദനത്തിന്. 5 ബെഡ്റൂമുള്ള വീടൊക്കെ ആയിരിക്കും, ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും. വൃദ്ധസദനങ്ങളാണ്. ആർക്ക്? അവരവർ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എന്റെ ജീവിതം, ഞാൻ, എന്റെ ഭാര്യ, എന്റെ മക്കൾ എന്ന ലോകത്ത് ചുരുണ്ട് കടന്നുപോയി. ഉമ്മാനെ മറന്നിട്ടൊരു ജീവിതം ഒരാൾക്കുണ്ടോ? പോയി. ഓന്റെ ഒരു ഭാഗത്തും അള്ളാഹുണ്ട്. ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത്, എന്നേരം പറഞ്ഞൂടെ തക്കാളി വാങ്ങാന്, ഇനിയിപ്പോ ആദ്യം വെയിലത്ത് പോവാനോ? എന്നെ കൊണ്ടാവില്ല എന്നാണ് പുതിയ സിദ്ധാന്തം. ഞാൻ എന്റെ ഭാര്യനെ കൂട്ടിട്ട് എവിടെ പോകുന്ന എല്ലാം പറയണം. ഇതെന്താ ഓഫീസാ എന്നതാണ് പുതിയ ചെറുപ്പക്കാരുടെ വർത്താനം. കല്യാണം കഴിക്കുന്നവരെ ഉമ്മയായിരുന്നവന്റെ എല്ലാം. പിന്നെ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും മോനെ നീ ഒഴിവാക്കി പോകേണ്ടതല്ല ഉമ്മ. ബാക്കി ഏത് തെറ്റായാലും ആഖിറത്തിലായിരിക്കും അതിന്റെ ശിക്ഷ ഉണ്ടാവുക. ഇത് നോ. ദുനിയാവ് തന്നെ കിട്ടിത്തുടങ്ങും. ഉമ്മാനെ എങ്ങാനും ഉപ്പാനെ എങ്ങാനും ബുദ്ധിമുട്ടിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും.